السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അഖ്ദസ് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രൗഢോജ്വലമായ ഗ്രന്ഥം ഇസ്ലാമത് തത്വജ്ഞാനത്തിൽ അള്ളാഹുവിനെ പ്രാപിക്കാനും അവനെ തിരിച്ചറിയാനും അതിൽ വിശ്വാസം ദൃഢപ്പെടുത്താനും ഉള്ള മാർഗങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് 8 മാർഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നതും ആണ്. ഇപ്പോൾ ഞാൻ എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാർഗത്തെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കുന്നതാണ്. അത് 5ാമത്തെ മാർഗമായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുള്ളതാണ്. അവിടുന്ന് പറയുന്നു, ഉദ്ദിഷ്ടപ്രാപ്തിക്ക് നിയതമായ 5ാമത്തെ മാർഗം മുജാഹദ എന്ന ധർമ്മയജ്ഞം നിശ്ചയിച്ചിരിക്കുന്നു. അതായത് സ്വന്തം സമ്പാദ്യങ്ങളെ ദൈവമാർഗത്തിൽ വ്യയം ചെയ്തും സ്വശക്തികളെ ദൈവപാതയിൽ വിനിയോഗിച്ചും ജീവനെ ദൈവനാമത്തിൽ അർപ്പിച്ചും ബുദ്ധിയെയും ജ്ഞാനവൈഭവത്തെയും ദൈവീക ധർമ്മത്തിന്റെ സേവനാർത്ഥം ഉപയോഗപ്പെടുത്തിയും ആ അള്ളാഹുവിനെ അന്വേഷിക്കുക തന്നെ. അള്ളാഹു ശുദ്ധ ഖുർആനിൽ ഇപ്രകാരം കൽപ്പിക്കുന്നു, ജാഹിദു ബി അംവാലിക്കും വ അൻഫുസിക്കും ഫീ സബീലില്ലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുലനാ. അതായത് നിങ്ങൾ നിങ്ങളുടെ ധനം കൊണ്ടും ജീവൻ കൊണ്ടും നിങ്ങളുടെ സർവ്വവിധ കഴിവുകളാലും ദൈവമാർഗത്തിൽ പരിശ്രമിക്കുവിൻ. നാമൾക്ക് നൽകിയിട്ടുള്ള അതായത് ബുദ്ധിശക്തി, ജ്ഞാനം, വിവേചനം, വിദ്യ മുതലായവയെല്ലാം നമ്മുടെ വഴിയിൽ വിനിയോഗിക്കുകയും ചെയ്യുക. ആരാണോ നമ്മുടെ മാർഗത്തിൽ എല്ലാ തരത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നാം അവർക്ക് നമ്മുടെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ പറയുന്നു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധനത്തെയും അള്ളാഹുവിനെയും സ്നേഹിക്കുക എന്നത് സംഭവ്യമായ ഒന്നല്ല. കേവലം ഒന്നിനെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സൗഭാഗ്യവാൻ അയാളാണ് ആരാണോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. അഥവാ നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിച്ച് അവന്റെ മാർഗത്തിൽ ധനം ചിലവ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അയാളുടെ ധനത്തിലും മറ്റുള്ളവരെക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും.
കാരണം ധനം സ്വയം വരുന്ന ഒന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഏതൊരാളാണോ അള്ളാഹുവിനു വേണ്ടി ധനത്തിന്റെ ചില ഭാഗങ്ങൾ ഉപേക്ഷിക്കുന്നത്, അയാൾ തീർച്ചയായും അത് പ്രാപിക്കുക തന്നെ ചെയ്യും. ആരാണോ ധനത്തെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ സേവനം ചെയ്യാതിരിക്കുന്നത്, ഏതാണോ അയാൾ ചെയ്യേണ്ടിയിരുന്നത്, അയാൾ തീർച്ചയായും ആ ധനം നഷ്ടപ്പെടുത്തി കളയും. പിന്നീട് അവിടുന്ന് പറഞ്ഞു, നമ്മുടെ ജമാഅത്തിലെ ഓരോ വ്യക്തിയും ഇപ്രകാരം പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്: ഞാൻ ഇത്ര ചന്ത നൽകുന്നതായിരിക്കും. ആരാണോ അള്ളാഹുവിനു വേണ്ടി പ്രതിജ്ഞ ചെയ്യുന്നത്, അള്ളാഹു അയാളുടെ റിസ്കിൽ ബർക്കത്തുകൾ നൽകുന്നു. അവിടുന്ന് ഈ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. ആർക്കാണോ അറിവില്ലാത്തത്, അതായത് പുതുതായി വരുന്നവർ, അതല്ലെങ്കിൽ അശ്രദ്ധ കാണിക്കുന്നവർ, അശ്രദ്ധ ഇല്ല എങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള ചിന്ത ചിലപ്പോൾ ഉണ്ടായിരിക്കുകയില്ല, ധനത്യാഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ്. അഥവാ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ബന്ധം വെച്ചു പുലർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുമായി ഉറച്ച പ്രതിജ്ഞ ചെയ്യുക. ഇത്രത്തോളം ചന്ത തീർച്ചയായും നൽകുന്നതായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലക്ഷക്കണക്കിന് മുഖ്ലിസീങ്ങളുണ്ട്. അവരോട് ചന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുന്നതിനായി ധനത്യാഗത്തിൽ മുന്നേറാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു. ഇതേ കാരണം തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷമായി ജമാഅത്തി നിസാമിനെ ഞാൻ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. പുതുതായി വരുന്ന ആളുകൾ, അവരെ സാമ്പത്തിക വ്യവസ്ഥയിൽ, ധനത്യാഗ വ്യവസ്ഥയിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരാൾ ഒരു പൈസയുടെ കഴിവാണുള്ളതെങ്കിൽ, ഒരു പൈസ നൽകാനുള്ള കഴിവാണ് അയാൾക്കുള്ളതെങ്കിൽ അയാൾ ആ കഴിവനുസരിച്ച് നൽകുക. ചില സ്ഥലങ്ങളിൽ ഇതും കാണാൻ സാധിച്ചിട്ടുണ്ട്. ചില സമയത്ത് സാമ്പത്തികമായി വിശാലതയുള്ള ആളുകൾ ഇപ്രകാരം പറയുന്നു, അല്ലെങ്കിൽ ജമാഅത്ത് വ്യവസ്ഥിതി ആഫ്രിക്കയിൽ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ദരിദ്ര രാജ്യങ്ങളിൽ ചില ആളുകൾ ഇപ്രകാരം പറയുന്നു. ചില സമയത്ത് ഇവിടെയും ചില ആളുകൾ തങ്ങളുടെ ദരിദ്ര ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ചന്ത നൽകുന്നു, അതല്ലെങ്കിൽ ഇത്ര തുക നൽകുന്നു, ഇത് ദരിദ്രരുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ ചന്തയാണെന്ന് പറയുന്നു. ശരിയാണ്, ഒരു നന്മയാണ്. എന്നാൽ അവരെയും, അവർ ദരിദ്രരാണെങ്കിൽ പോലും അതിൽ ഭാഗവാക്കാകേണ്ടതാണ്. എത്രയാണോ അവർക്ക് കഴിവുള്ളത്. കേവലം ധനം സ്വരൂപിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, മറിച്ച് അള്ളാഹുവിന്റെ സ്നേഹത്തിനു വേണ്ടി, അവന്റെ ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് എവിടെയാണോ ജമാഅത്ത് വ്യവസ്ഥിതി ഈ വിധത്തിൽ ചന്ത സ്വീകരിക്കുന്നത്, ആളുകളോട് പറയുന്നു, എന്നിട്ട് മറ്റാരുടെയെങ്കിലും പേരിൽ ചന്ത എഴുതുന്നു, അത് തെറ്റായ രീതിയാണ്. ചില സമയത്ത് ഈ കാര്യങ്ങൾ എന്റെ അറിവിൽ വരുന്നു. ഏതായിരുന്നാലും പൊതുവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ധനത്യാഗത്തിന്റെ റിപ്പോർട്ടുകൾ വരുമ്പോഴും അതിൽ പ്രത്യേകിച്ച് ഈ കാര്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. ദരിദ്രരായ ആളുകളുടെ ധനത്യാഗം കൂടുതലായിരിക്കും. അവരിൽ കൂടുതലായിട്ടുള്ള ചിന്തയുണ്ട്, നമുക്ക് ധനത്യാഗം ചെയ്യണം. ഞാൻ അധികവും എന്റെ ഖുതുബകളിൽ ഈ കാര്യം പരാമർശിക്കുകയും ചെയ്യുന്നു, വിവരിക്കുകയും ചെയ്യുന്നു. ചിലരുടെ ത്യാഗങ്ങൾ കണ്ടുകൊണ്ട് അത്ഭുതം തോന്നിപ്പോകുന്നു. അഥവാ ആരുടെയെങ്കിലും കയ്യിൽ ധനം ഒഴുകുന്നുണ്ട് എങ്കിൽ, അങ്ങേയറ്റം സമ്പത്തുണ്ട് എങ്കിൽ, സ്വത്തുണ്ട് എങ്കിൽ അതിൽ നിന്ന് കുറച്ച് നൽകുക എന്നുള്ളത് ഒരു അസാധാരണമായ കാര്യമൊന്നുമല്ല. എന്നാൽ പ്രയാസത്തിന്റെ അവസ്ഥകളിലാണെങ്കിൽ, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ് എങ്കിൽ, പിന്നീട് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ധനത്യാഗം ചെയ്യുക എന്നുള്ളത്, അതാണ് യഥാർത്ഥത്തിലുള്ള ത്യാഗം. അതാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് കാരണമായി തീരുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മാതൃകകൾ കാണാൻ സാധിക്കുന്നു. ഒരിക്കൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറച്ച് തുകയുടെ ആവശ്യം വരികയുണ്ടായി, ഏതാനും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും മറ്റും. ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ, ഇത്ര ആവശ്യമുണ്ട്, നിങ്ങളുടെ ജമാഅത്തിൽ അതിനെക്കുറിച്ച് പറയുക, അവര് ആ ജമാഅത്ത് അത്രത്തോളം ചന്ത നൽകട്ടെ. അപ്പോൾ ജമാഅത്തിൽ അതിനെക്കുറിച്ച് പറയുന്നതിനു പകരം തന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം
തന്റെ പ്രയാസകരമായ അവസ്ഥയിൽ അത്രത്തോളം വിശാലതയും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രയാസകരമായ അവസ്ഥ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ സംഖ്യ സംഘടിപ്പിച്ചു നൽകുകയുണ്ട്. പിന്നീട് ഇത് ഈ നഗരത്തിലെ ജമാഅത്താണ് ഈ തുക നൽകിയത് എന്നുള്ള ഒരു ചിന്തയും ഉണ്ടാക്കി. പിന്നീട് ആ വ്യക്തിപരമായ ത്യാഗം അതിൽപ്പെടുന്നത് അപ്പോഴാണ്. അത് വെളിപ്പെട്ടില്ല, അറിഞ്ഞില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പോലും അറിഞ്ഞില്ല. പിന്നീട് ആ വ്യക്തിപരമായ ത്യാഗം വെളിപ്പെട്ടത് അപ്പോഴാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതേ ജമാഅത്തിലെ മറ്റൊരു വ്യക്തിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങളുടെ ജമാഅത്ത് അങ്ങേയറ്റം ആവശ്യമായ ഒരു ഘട്ടത്തിൽ വലിയൊരു സഹായം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന് അതറിയാൻ സാധിച്ചപ്പോൾ ആ ത്യാഗം ഒരു വ്യക്തിയാണ് ചെയ്തത്. മറ്റ് ജമാഅത്തിലെ അംഗങ്ങൾ അദ്ദേഹത്തോട് നീരസം പ്രകടിപ്പിച്ചു. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ സേവനത്തിനുള്ള അവസരം നൽകിയില്ല? ആ നൽകിയ ആൾ മുൻഷി ജഫർ അഹമ്മദ് സാഹിബായിരുന്നു. അദ്ദേഹം അപ്പോൾ തന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റുകൊണ്ടാണ് ആ തുക നൽകിയത്. നിശ്ചയമായ അദ്ദേഹത്തിന്റെ ഭാര്യയും ആ ത്യാഗത്തിൽ പങ്കെടുത്തിരുന്നു. മുൻഷി അറോഡ സാഹിബ്, അദ്ദേഹം മുൻഷി ജഫർ സാഹിബിന്റെ സുഹൃത്തായിരുന്നു, അതേ ജമാഅത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഈ അറിയാൻ സാധിച്ചപ്പോൾ, ആ ത്യാഗത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ അദ്ദേഹം അനേകം മാസത്തോളം മുൻഷി ജഫർ അഹമ്മദ് സാഹിബിനോട് നിരസപ്പെടുകയുണ്ടായി. എന്തുകൊണ്ട് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞില്ല? സ്വയം എന്തുകൊണ്ടാണ് ഈ തുക സംഘടിപ്പിച്ച് നൽകിയത്? അത്തരത്തിലുള്ള ആളുകൾ ഹദ്റത്ത് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകുകയുണ്ടായി. അവർ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുന്നതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള ത്യാഗത്തിനും തയ്യാറായിരുന്നു. ഈ ഒരു മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ സ്ഥാപിച്ചത്. അതിൽ ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നവർ പ്രവർത്തിച്ചു കാണിച്ചു. ഇത് അന്നുള്ള കാര്യമല്ല, മറിച്ച് ഇതിന്റെ പരമ്പര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നു ആളുകൾ ഏത് വിധത്തിലാണ് വിവിധ പദ്ധതികളിൽ ധനത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ മേൽ പ്രയാസങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ധനത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവും ആരുടെയും കടം ബാക്കി വെക്കുന്നവനല്ല. അവർക്ക് ഏതു തരത്തിലാണ് അവൻ തിരിച്ചു നൽകുകയും ചെയ്യുന്നത്. ഏതാനും ചില സംഭവങ്ങളും ചില ഉദാഹരണങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതാണ്. കാരണം ഇന്ന് വഖഫ് ജദീദിന്റെ പുതിയ വർഷത്തിന്റെ വിളംബരം നടത്തണം. അതുകൊണ്ട് വഖഫ് ജദീദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പൊതുവിൽ ഈ സംഭവങ്ങൾ ഉള്ളത്. ഗാംബിയയിലെ ഒരു ലോക്കൽ മിഷണറി കീബ ജാലു സാഹിബ്, അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നു. ഈ സംഭവത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു ഏത് തരത്തിലാണ് അള്ളാഹു ധനത്യാഗം ചെയ്യുന്നവരോട് പെരുമാറുന്നത്. പറയുന്നു, ഒരു നവ അഹമ്മദി സുഹൃത്ത് അബ്ദുല്ലായി ജാവു സാഹിബ്, അദ്ദേഹത്തിന്റെ ബന്ധം ഒരു ഗ്രാമവുമായിട്ടാണ്. അദ്ദേഹം ചോളവും നിലക്കടലയും ആണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രത്യേകിച്ച് വിളവൊന്നും ലഭിക്കുന്നില്ല. ഈ വർഷം അദ്ദേഹം നിലക്കടലയുടെ വിത്ത് വിറ്റുകൊണ്ട് തന്റെ വഖഫ് ജദീദ് ചന്ത നൽകുകയുണ്ടായി. അത് ഏകദേശം 700 ഡലാസി ആയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഈ കൃഷിയിൽ അനുഗ്രഹം ചൊരിയാൻ വേണ്ടി അദ്ദേഹം പറയുന്നു, ഈ ധനത്യാഗത്തിന്റെ ഫലമായി അള്ളാഹു അദ്ദേഹത്തിന്റെ വിളവിൽ ഇത്രമാത്രം അനുഗ്രഹം ചൊരിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് 3 ഇരട്ടി ലാഭം ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വിളവെടുത്തതിനു ശേഷം 1000 ഡലാസി കൂടുതലായി വഖഫ് ജദീദിൽ നൽകുകയുണ്ടായി. പിന്നീട് ഗാംബിയയിലെ വടക്ക് ഉള്ള ഒരു ഗ്രാമം, അവിടുത്തെ ഒരു സഹോദരൻ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ വർഷം അദ്ദേഹം വഖഫ് ജദീദ് ചന്തക്കായി ഒരു ബക്കറ്റ് ചോളം നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ധനികനായ ഒരാൾ ആ കയ്യിലാണോ വിശാലതയുള്ളത്, അവർ 1000 പൗണ്ടോ അല്ലെങ്കിൽ 500 പൗണ്ടോ നൽകുന്നു. ലക്ഷക്കണക്കിന് പൗണ്ടുകൾ ഉള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ത്യാഗമല്ല. എന്നാൽ ഇവർ ആരാണോ തങ്ങളുടെ
ഭക്ഷണത്തിനു വേണ്ടി തങ്ങളുടെ കൃഷിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നത്. അവർ ഒരു ബക്കറ്റ് ചോളം, അത് ഒരു നഗരത്തിൽ ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്പിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ, അതിന് യാതൊരു സ്ഥാനവുമില്ല. അദ്ദേഹം ഒരു ബക്കറ്റ് ചോളമാണ് വാഗ്ദാനം ചെയ്തത്. അവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് 4-5 പൗണ്ടിന് ലഭിക്കുമായിരിക്കും. പറയുന്നു, കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് വളരെ കുറച്ച് വിളവാണ് ലഭിച്ചിരുന്നത്. കേവലം 12 ചാക്ക് വിളവാണ് ലഭിച്ചത്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ചിലവുകൾ കഴിഞ്ഞു പോയിരുന്നത്. എന്നിട്ടും അദ്ദേഹം തന്റെ വാഗ്ദാനം പൂർത്തിയാക്കുകയുണ്ടായി. അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് 30 ചാക്ക് ചോളം അദ്ദേഹത്തിന് വിളവായി ലഭിക്കുകയുണ്ടായി. അതുകൂടാതെ 15 ചാക്ക് വേറെയും അദ്ദേഹത്തിന് വിളവ് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നൽകുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സമക്ഷം ഈ വിധത്തിൽ അത് സ്വീകരിക്കപ്പെടുന്നു. അള്ളാഹു ഇരട്ടിയാക്കി അത് നൽകുന്നു. ഇത് തന്നെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതും അള്ളാഹുവിലുള്ള ഈമാൻ ദൃഢപ്പെടുത്തുന്നതിനുള്ള മാർഗമായി മാറുകയും ചെയ്യുന്നത്. കാമറൂണിൽ നിന്ന് മുഅല്ലിം എഴുതുന്നു, മറ്റൊരു ഉദാഹരണം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഫളിൽ ഉണ്ടായത്. ഡുഗോയി ഗ്രാമത്തിലെ ഒരു നവാഹ്മദി ഹംദു സാഹിബ് അദ്ദേഹത്തോട് ചന്ദ വഖഫെ ജദീദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 ബക്കറ്റ് ചോളം ചന്ത നൽകും എന്ന് പറയുകയുണ്ടായി. ചെറിയ ചെറിയ ത്യാഗങ്ങളാണ് ഇത് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഅല്ലിമിനോട് അദ്ദേഹം പറയുകയുണ്ടായി, എന്റെ ഫാം ഉണ്ട്, പക്ഷേ അത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നില്ല, എനിക്കതിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല, എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല, ഗവൺമെന്റ് എന്നെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്നാൽ അതിനും ആദ്യം ഗവൺമെന്റിന് കുറച്ച് തുക നൽകേണ്ടതായിട്ടുണ്ട്, പിന്നീട് അതിന്റെ ഫലമായി ഗവൺമെന്റ് അവരുടെ പങ്ക് അതിൽ ഇടുന്നതായിരിക്കും. പറയുന്നു, എന്റെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ട് എനിക്കത് നൽകാൻ സാധിച്ചില്ല, എന്റെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, എന്നാൽ എനിക്ക് ഒന്നും ലഭിക്കുകയില്ല, കാരണം ഞാൻ ആ തുക അവിടെ നൽകിയിട്ടില്ല. പിന്നീട് പറയുന്നു, മുഅല്ലിം സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുക, ദുആ ചെയ്യുക, അള്ളാഹു താങ്കളോട് അനുഗ്രഹം കാണിക്കുന്നതായിരിക്കും, അള്ളാഹു അനുഗ്രഹിക്കുന്നതായിരിക്കും. അതിന്റെ ഫലം ഇതായിരുന്നു. ഏതാനും ദിവസം മുമ്പ് മുഅല്ലിം സാഹിബ് പറയുന്നു, അദ്ദേഹം എന്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, അള്ളാഹു എന്റെ ദുആ കേളുണ്ടായി, ഞാൻ ഗവൺമെന്റിന് നിർബന്ധമായി നൽകേണ്ട തുക നൽകിയിരുന്നില്ല, എന്നിട്ടും ബന്ധപ്പെട്ട വകുപ്പ് അവർ കൃഷിയിടത്തിനായി പമ്പിംഗ് മെഷീൻ, വെള്ളത്തിനായുള്ളത് അതെനിക്ക് നൽകുകയുണ്ടായി. അതുകൂടാതെ 500 ഫ്രാങ്ക് സീഫ വിത്തിനു വേണ്ടി നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തന്റെ ഫാമിൽ വളരെ അധ്വാനത്തോടുകൂടി പരിശ്രമിച്ചു. പ്രതീക്ഷിക്കുന്നു ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ നല്ല നിലയിലായിരിക്കും. പറയുന്നു, അള്ളാഹു എന്റെ ഈ നിസ്സാരമായ ത്യാഗം സ്വീകരിച്ചു, എനിക്ക് അവൻ അതുകൊണ്ട് തന്നെ പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു. ഇതിന്റെ ഫലമായി അദ്ദേഹം വഖഫെ ജദീദിന്റെ ചന്ത 2 ഇരട്ടിയായി നൽകുകയുണ്ടായി. ഇന്തോനേഷ്യയിലെ മുറബി സിൽസില നൂർ ഖൈർ സാഹിബ് പറയുന്നു, ഒരു ദമ്പതിമാർ അവർ സാധാരണ ജീവിതം നയിക്കുന്നവരാണ്, എന്നാൽ അവർ സ്ഥിരമായി ചന്ത നൽകുന്നു. അവർക്ക് എന്താണോ വരുമാനം ഉള്ളത് അതിൽ നിന്ന് കുറച്ചു തുക ചന്തക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, എന്നിട്ട് അതൊരു ബോക്സിലിടുന്നു. മുബല്ലിഗ് എപ്പോഴാണോ അവരുടെ അടുത്ത് പര്യടനത്തിനായി ചെല്ലുന്നത്, വളരെ വിദൂരമായ ഒരു ദ്വീപിലാണ് അവർ താമസിക്കുന്നത്, അപ്പോൾ അവരത് ചന്തയായി നൽകുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം 1 വർഷത്തോളം കാലയളവിൽ ഒരു മുബല്ലിഗിനും അവിടെ പോകാൻ സാധിച്ചില്ല, എന്നിട്ടും അവർ ചന്തയുടെ തുക സ്വരൂപിച്ചു വെച്ചിരുന്നു. പിന്നീട് 1 വർഷത്തിനു ശേഷം മുബല്ലിഗ് അവിടെ പര്യടനത്തിന് പോയപ്പോൾ ആ ബോക്സിൽ വലിയ ഒരു തുക സ്വരൂപിക്കപ്പെട്ടിരുന്നു, അത് അവർ ചന്തയായി നൽകുകയും ചെയ്തു. പറഞ്ഞു, ഇപ്രാവശ്യം ഞങ്ങൾക്ക് വലിയ ലാഭം ലഭിച്ചു, ഞങ്ങൾക്ക് അത് കാരണം ചന്തയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് വിശ്വാസമുണ്ടായി, ഈമാൻ ദൃഢപ്പെടുകയുണ്ടായി, ഞങ്ങൾ ഈ അനുഗ്രഹങ്ങൾ ദർശിക്കുകയും ചെയ്തു. പറയുന്നു, ഒരിക്കൽ ഞങ്ങളെ ആരോ വഞ്ചിക്കുകയുണ്ടായി. ഞങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾ വഞ്ചനയിൽ അകപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഞങ്ങൾ ശരിയായ രീതിയിൽ ചന്ത നൽകിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടമുണ്ടായത്. അങ്ങനെ അന്നു മുതൽ
ഞങ്ങൾ ആ ബോക്സ് വളരെ സൂക്ഷിച്ചുകൊണ്ട് ശരിയായ കണക്ക് വെച്ചുകൊണ്ട് വരുന്ന വരുമാനത്തിനനുസരിച്ച് അതിൽ ചന്തയായി ഇടാനായി തുടങ്ങി. ഏതുവരെ ആ തുക മാറ്റിവെക്കുന്നില്ലയോ അതുവരെ ഞങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല. ഇതുവരെ അള്ളാഹു ചിലരുടെ പരിഷ്കരണത്തിനുള്ള മാർഗവുമാക്കുന്നു, അവരുടെ നഷ്ടങ്ങളെ ഈമാനെ ദൃഢപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്തോനേഷ്യയിലെ മുബല്ലിഗ് ബഷീറുദ്ദീൻ സാഹിബ് എഴുതുന്നു, ഒരു സുഹൃത്ത് തന്റെ വഖഫെ ജദീദ് ചന്ത 5 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്യ നൽകുകയുണ്ടായി. ഇന്തോനേഷ്യൻ രൂപ വളരെ വാല്യൂ കുറഞ്ഞ ഒന്നാണ്. ഏതായിരുന്നാലും അവരുടെ കണക്കനുസരിച്ച് ഇത് വളരെ കൂടുതലാണ്. ഏതാനും ദിവസം മുമ്പ് ഭൂമി ഒരാൾ വിൽക്കുകയുണ്ടായി. അത് അദ്ദേഹം 15 മില്യണിനാണ് വാങ്ങിച്ചത്. പിന്നീട് ഏതാനും ആഴ്ച കൊണ്ട് അയാൾ 50 മില്യൺ ഇന്തോനേഷ്യൻ രൂപക്ക് അത് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ വിശ്വാസമാണിത്. ഫേജദി ചന്തയുടെ ബർക്കത്ത് കൊണ്ട് കുറച്ചു സമയം കൊണ്ട് 35 മില്യന്റെ ലാഭം ലഭിക്കുകയുണ്ടായി. ഒരു ഭൗതികനായ വ്യക്തി ഒരുപക്ഷെ ഇത് തന്റെ കച്ചവടപരമായ ബുദ്ധിയായി മനസ്സിലാക്കും. നോക്കുക, ഞാൻ എത്ര ബുദ്ധിപൂർവം കച്ചവടം നടത്തിയാനും ആഴ്ച കൊണ്ട് 15 മില്യണിൽ നിന്ന് 35 മില്യൺ കരസ്ഥമാക്കുകയുണ്ടായി. എന്നാൽ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവന്റെ സ്നേഹം കരഗതമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവന് ത്യാഗം ചെയ്യുന്ന ആളുകൾ, അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്ത എന്താണ്? കാരണം ഞാൻ ഇത് അള്ളാഹുവിനു വേണ്ടി ചന്ത നൽകിയിരുന്നു, ത്യാഗം ചെയ്തിരുന്നു, അതുകൊണ്ട് ഇതുപോലെ അള്ളാഹു എനിക്ക് വർദ്ധിപ്പിച്ചു നൽകുകയാണ് ചെയ്തത്. ഈമാനിൽ ദൃഢപ്പെടുത്തുന്ന മറ്റൊരു സംഭവം ഇന്തോനേഷ്യയിൽ നിന്ന് തന്നെയാണ്. മാസൂം സാഹിബ് നമ്മുടെ മുബല്ലിഗ് എഴുതുന്നു, നമ്മുടെ ഒരു അഹമ്മദി ജീവിതോപാധിക്ക് വേണ്ടി ഒരു ദ്വീപിലേക്ക് താമസം മാറ്റുകയുണ്ടായി, ഹിജ്റത്ത് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പ്രയാസകരമായിരുന്നു. ഏതുവരെ എന്നാൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. മിഷൻ ഹൌസിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം മത്സ്യം വാങ്ങി വിൽക്കുന്ന ജോലി ആരംഭിക്കുകയുണ്ടായി. ഒരു വളരെ നിസ്സാരമായ കച്ചവടമായിരുന്നു. വളരെയധികം അധ്വാനിച്ചു, വരുമാനം വരാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം ഒരിക്കലും ധനത്യാഗത്തിൽ പിന്നിലായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. ഇപ്പോൾ ആ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ചന്തയാണ് വഖഫ് ജദീദിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ അദ്ദേഹം മൂസിയുമാണ്. അദ്ദേഹം പറയുന്നു, ഇതെല്ലാം തന്നെ എനിക്ക് സാമ്പത്തിക ത്യാഗത്തിന്റെ ഫലമായി ലഭിച്ചതാണ്. ഗ്യാംബയിൽ നിന്നുള്ള ഒരു സഹോദരൻ അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നു, അദ്ദേഹം തന്റെ കുട്ടിയുടെ സ്കൂൾ ഫീസ് അടക്കാൻ വളരെയധികം പ്രയാസത്തിലായിരുന്നു. അദ്ദേഹം സെൻട്രൽ മുബല്ലിഗ് സാഹിബിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, വളരെ പ്രയാസകരമായ അവസ്ഥയാണ്, സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്. മുബല്ലിഗ് സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ധനത്യാഗം ചെയ്യുക, അള്ളാഹു താങ്കളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നതായിരിക്കും. അദ്ദേഹം 250 ഡലാസി വഖഫ് ജദീദ് ചന്തയായി നൽകി. പറയുന്നു, ചന്ത നൽകിയതിന് കൃത്യം ഒരാഴ്ചക്ക് ശേഷം അദ്ദേഹത്തിന് 5000 ഡല്ലാസി ശമ്പളത്തിൽ ഒരു ജോലി ലഭിക്കുണ്ടായി. അത് മുഖേന അദ്ദേഹത്തിന് കുട്ടിയുടെ ഫീസും അടക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളും മറ്റ് ആവശ്യങ്ങളും പൂർത്തിയാവുകയുണ്ടായി. അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അധികം വിശദീകരിക്കുന്നു. ചന്തയുടെ അനുഗ്രഹം കൊണ്ട് ഇത് ലഭിച്ചിരിക്കുന്നത്, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ഈമാൻ ദൃഢപ്പെടുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, എന്റെ ഈമാൻ സുദൃഢമാകുകയായി. അവിടെ എന്റെ റിസ്കിലും അള്ളാഹു ബർക്കത്ത് നൽകുകയുണ്ടായി. ദരിദ്രരായ ആളുകൾ ഏതു തരത്തിലാണ് ത്യാഗം ചെയ്യുന്നത്, പിന്നീട് അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നത്, പിന്നീട് അള്ളാഹു ആ തവക്കൽ എങ്ങനെയാണ് പരിഗണിക്കുന്നത്. ഗിനി ബസാവിലെ മിഷണറി സാഹിബ് ഒരു സംഭവം വിവരിക്കുന്നു. ഒരു സഹോദരൻ മൊണ്ടീറോ കമാര സാഹിബ്, അദ്ദേഹം വഖഫ് ജദീദ് വാഗ്ദാനം പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ ഇപ്പോൾ കേവലം 4000 ഫ്രാങ്ക് സീഫായി ആണുള്ളത്. അത് ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ വെച്ചതാണ്. വളരെ കുറഞ്ഞ വാല്യൂ ഉള്ളതാണത്.
ഇവരുടെ കുടുംബങ്ങളും വലുതായിരിക്കും. അത് 4000 ഫ്രാങ്ക് സിഫ ഭക്ഷണത്തിന് വേണ്ടി വെച്ചതായിരുന്നു. പറയുന്നു, ഏതായിരുന്നാലും ഇത് ഞാൻ നൽകാം. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം അതേ തുക തന്നെ ചന്തയായി നൽകുകയുണ്ടായി. ഏതാണ് ഭക്ഷണത്തിന് വേണ്ടി വെച്ചിരുന്നത്? ഭക്ഷണത്തിന് വേണ്ടിയുള്ള തുക ആരിൽ നിന്നോ കടമായി വാങ്ങി എന്നല്ല, അദ്ദേഹം കടം വാങ്ങിക്കാനായി പോയി. പറയുന്നു, അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ മകൾ നഗരത്തിൽ നിന്ന് വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനായി 2 ചാക്ക് അരി, അതുപോലെ തന്നെ ഒരു ടിൻ എണ്ണ, അതുപോലെ കുറച്ച് പണവും കൊണ്ട് വന്ന് നൽകുകയുണ്ടായി. അദ്ദേഹം ഭക്ഷണത്തിനു വേണ്ടി വെച്ചിരുന്ന തുക അത് ചന്തയായി അള്ളാഹു നൽകിയത് കൊണ്ട് അള്ളാഹു എനിക്ക് അനേക വസ്തുക്കൾ ഭക്ഷണത്തിനു വേണ്ടി നൽകുകയുണ്ടായി. അതായത് പട്ടിണി കിടന്നുകൊണ്ട് ത്യാഗം ചെയ്യുന്ന ആളുകളാണ് ഇവർ. മറ്റൊരു മാതൃക അമീർ സാഹിബ് ഫ്രാൻസ് വിവരിക്കുന്നു. അള്ളാഹു ഈമാനകാരമാണ് വർദ്ധിപ്പിക്കുന്നത്. ഫ്രാൻസിലെ ഒരു അറബ് സഹോദരനുണ്ട്. അദ്ദേഹം വിവരിക്കുന്നു, ഞാൻ കഴിഞ്ഞ വർഷം എന്റെ ഹുസൂറിന്റെ വഖഫെ ജദീദ് ഖുത്ബ കേൾക്കുകയുണ്ടായി. അതിൽ ഞാൻ ധനത്യാഗം ചെയ്തവരുടെ ഉദാഹരണങ്ങൾ വിവരിച്ചിരുന്നു. ഏതുപോലെ ഇന്ന് വിവരിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നു, ആ ഖുത്ബ എന്നിൽ വലിയ സ്വാധീനമുണ്ടാക്കി. അദ്ദേഹത്തിന്റെ പ്രായം 46 വയസ്സാണ്. പറയുന്നു, ഞാൻ വലിയ സാമ്പത്തിക പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. മുമ്പ് ഒരിക്കലും തന്നെ എനിക്ക് ഇത്രമാത്രം സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിടേണ്ടിട്ടുണ്ടായിരുന്നില്ല. ബാങ്കിൽ നിന്നും കടമെടുക്കേണ്ടി വന്നു. ബാങ്കുകാരും എന്റെ പിന്നാലെ കൂടിയിരിക്കുകയായിരുന്നു. കടം തിരിച്ചു നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വാണിംഗും അവർ നൽകിയിരുന്നു. അഥവാ ഞാൻ എന്റെ കണക്ക് ശരിയാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതാണ് എന്നല്ല, ചില സമയങ്ങളിൽ പിഴയും ഉണ്ടാകും. ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൽക്കയിൽ പൊതുയോഗം നടന്നു. യോഗത്തിന് കുറച്ചു സമയം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് നിർബന്ധപൂർവം 20 യൂറോ നൽകുകയുണ്ടായി. ഞാൻ ആ തുക എന്റെ പോക്കറ്റിൽ വെച്ചിരുന്നു. എന്റെ പക്കൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്ത ഏതാനും ദിവസം ഇത് എനിക്ക് ഉപയോഗപ്പെടും. പറയുന്നു, ഞാൻ ഈ യൂറോ എന്റെ പക്കൽ വെച്ചു. ഞാൻ അവിടെ യോഗത്തിന് ചെന്നപ്പോൾ അവിടെ സെക്രട്ടറിമാർ ചന്തയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ 20 യൂറോ ചന്തയായി നൽകി. ഏതാനും ദിവസത്തിന് ശേഷം എനിക്ക് എന്റെ ബാങ്കിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ വന്നു. പറയുന്നു, എനിക്ക് ചീത്ത വാർത്തകൾ കേൾക്കുന്നത് ശീലമായി തീർന്നിരുന്നു. അവസ്ഥകൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മോശം വാർത്തയായിരിക്കും. ബാങ്കുകാർ കൂടുതൽ എന്തെങ്കിലും കാഠിന്യം കാണിക്കുമായിരിക്കും. എന്നാൽ ബാങ്കുകാർ എന്നോട് പറഞ്ഞു, ബന്ധപ്പെട്ട വകുപ്പ് അവർക്ക് കൽപ്പന ഇരിക്കുന്നു, എന്റെ ബാങ്ക് അക്കൗണ്ട് പൂട്ടരുത്. അതുപോലെ തന്നെ 600 യൂറോ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ മൈനസ് ആയിരുന്നു. അത് പ്ലസ് ആക്കാൻ പറഞ്ഞു. അതിൽ ഇടാൻ വേണ്ടി പറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പറയുന്നു, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു. കാരണം ബാങ്കുകളുടെ പെരുമാറ്റം വളരെ കഠിനകരമായിരിക്കും. പറയുന്നു, അവർ എന്റെ ജോലിയുടെ ഇൻഷുറൻസിന് വകയായി എനിക്ക് വലിയ തുക നൽകുകയുണ്ടായി. അത് ഒരു ദീർഘകാലമായി ബ്ലോക്കായി കിടക്കുകയായിരുന്നു. ഈ എല്ലാ സംഭവവും വഖഫെ ജദീദിന്റെ ഖുത്ബ കേൾക്കുകയും നിസ്സാരമായ തുക ചന്തയായി നൽകുകയും ചെയ്തതിനു ശേഷമാണ് സംഭവിച്ചത്. ആദ്യം ഞാൻ വിചാരിക്കുമായിരുന്നു, എനിക്കും മുഅ്ജിസത്തുകൾ ഉണ്ടാകുമോ? ആളുകൾ മുഅ്ജിസത്തിന്റെ സംഭവങ്ങൾ അത്തരത്തിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ അള്ളാഹു എനിക്ക് ചന്തയുടെ അനുഗ്രഹങ്ങളുടെ മാതൃക കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായി, നിശ്ചയമായും മുഅ്ജിസത്തുകൾ ഉണ്ടാകും. ഹൈറ്റിയിൽ നിന്നുള്ള മുബല്ലിഗ് സാഹിബ് കൈസർ സാഹിബ് എഴുതുന്നു, ഇതും അള്ളാഹുവിന്റെ പെരുമാറ്റത്തിന്റെയും ഈമാൻ ദൃഢപ്പെടുത്തുന്നതിന്റെയും മറ്റൊരു സംഭവമാണ്. പോർട്ട് ഓഫ് പ്രിൻസിലെ ഒരു നവഹമ്മദി ഇബ്രാഹിം സാഹിബ്, ഈ സംഭവങ്ങൾ നോക്കുക, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ്. ചിലർ ആഫ്രിക്കയിലാണ്, ചിലർ അമേരിക്കയിലാണ്, ചിലർ യൂറോപ്പിലാണ്, ചിലർ വടക്കാണ്, ചിലർ തെക്കാണ്. ഇവർക്ക് പറഞ്ഞ യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഏകദേശം ഒരേപോലെയുള്ള സംഭവങ്ങളാണ്. പോർട്ട് ഓഫ് പ്രിൻസിലെ ഒരു നവാഹമ്മദ് ഇബ്രാഹിം സാഹിബ്, ഏതാനും ദിവസം അദ്ദേഹം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫയൽ നഷ്ടപ്പെട്ടു. അതിൽ സുപ്രധാനമായ ചില പേപ്പറും സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 13,000 രൂപയും ഉണ്ടായിരുന്നു. അത് അവിടെയുള്ള കറൻസിയാണ്. അദ്ദേഹം തിരിച്ചു ചെന്ന് മുഴുവൻ വഴിയും പരിശോധിച്ചു. എന്നാൽ ഫയൽ ലഭിച്ചില്ല. പറയുന്നു, എന്റെ ഹൃദയത്തിൽ ഞാൻ പ്രതിജ്ഞയെടുത്തു. ഞാൻ ഫെജദീദിന്റെ 1000 ഹൂർദ് വാഗ്ദാനം ചെയ്തിരുന്നു. അത് തീർച്ചയായും പൂർത്തിയാക്കുക തന്നെ ചെയ്യും.
അതെന്റെ കയ്യിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു നൽകുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ച് വാഗ്ദാനം പൂർത്തീകരിച്ചു. പറയുന്നു, ഏത് ദിവസമാണ് ചന്ത നൽകിയത്? അന്ന് ചന്ത നൽകിയ ദിവസം അപരിചിതനായ ഒരു വ്യക്തിയുടെ ഫോൺ വന്നു, താങ്കളുടെ ഫയൽ എന്റെ പക്കലുണ്ട്, എന്നിൽ നിന്ന് വന്ന് വാങ്ങിക്കുക. പറയുന്നു, ഞാൻ ഉടൻ അവിടെ എത്തി. അയാൾ എനിക്ക് ഫയൽ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് താങ്കൾ അഡ്രസ് നോക്കുന്നതിനായി ഫയൽ തുറന്നു നോക്കേണ്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളുടെ ഫയൽ തുറന്നിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളുടെ പേപ്പറുകളും പണവും പരിശോധിക്കുക. ഞാൻ പരിശോധിച്ചു, അതിലെല്ലാ തുകയും പേപ്പറുകളും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നു, ഞാൻ അള്ളാഹുവിന് പറഞ്ഞു, എനിക്ക് ദൃഢവിശ്വാസമുണ്ടായി, കേവലം ചന്തയുടെ ബർക്കത്ത് കൊണ്ടാണ് എന്റെ കളഞ്ഞുപോയ പേപ്പറുകൾ, വളരെ പ്രധാനപ്പെട്ട പേപ്പറുകളായിരുന്നു അത് ലഭിച്ചത്. അത് പ്രത്യക്ഷത്തിൽ ലഭിക്കുക എന്നുള്ളത് പ്രയാസകരമായിരുന്നു. മുബല്ലിഗ് ഇൻചാർജ് ഗിനി കൊനാക്കറി പറയുന്നു, കൊനിയ റീജണിലെ ഒരു ഗ്രാമത്തിലെ ഒരു അഹമ്മദി സുഹൃത്ത് അബൂബക്കർ സാഹിബ് വഖഫ് ജദീദ് ചന്ത നൽകാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം പ്രയാസത്തിലകപ്പെട്ടു. പിന്നീട് അദ്ദേഹം തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി. ചന്ത നൽകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം നമ്മുടെ ലോക്കൽ മുറബിയോട് പറയുകയുണ്ടായി, അഹമ്മദിയ ജമാഅത്ത് തീർച്ചയായും ദൈവീക ജമാഅത്താണ്. അദ്ദേഹം വിവരിക്കുന്നു, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ദീർഘകാലമായി എന്റെ ഒരു കാൽ ഒരു അപകടത്തിൽപ്പെട്ട് പൊട്ടി. അതിന് ഉചിതമായ ചികിത്സാ സൗകര്യമില്ലാത്തത് കൊണ്ട് ശരിയായ രീതിയിൽ യോജിപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്റെ ഒരു കാൽ ചെറുതായി തീർന്നു. അതുകൊണ്ട് എനിക്ക് തുടർച്ചയായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചു കാലം ഞാൻ പണം സ്വരൂപിക്കുകയായിരുന്നു. എന്നോടൊരു ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ നടത്തിയാൽ ശരിയായി തീരുന്നതാണ്. അങ്ങനെ ഇപ്രാവശ്യം കുറച്ചു പണം ഞാൻ സ്വരൂപിച്ചു, എനിക്ക് എന്റെ കാലിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നതിന് വേണ്ടി. എന്നാൽ മിഷണറി ചന്തയുടെ ആഹ്വാനം നടത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്രാവശ്യം ചന്ത ഒഴിവാക്കാം, തന്റെ ഓപ്പറേഷന് വേണ്ടി ഈ തുക വെക്കാം. എന്നാൽ അള്ളാഹു പിന്നീട് എനിക്ക് ധൈര്യം നൽകി. പിന്നീട് എനിക്ക് ചിന്തയുണ്ടായി, അള്ളാഹുൽ തവക്കൽ ചെയ്തുകൊണ്ട് മുഴുവൻ തുകയും ചന്തയായി നൽകി. അദ്ദേഹം വിവരിക്കുന്നു, ഈ കാര്യം 2 ദിവസം കഴിഞ്ഞു പോരുന്നില്ല, എന്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വന്നു, എന്റെ ഓപ്പറേഷന്റെ മുഴുവൻ ചിലവും ഭരണകൂടം നൽകുന്നതായിരിക്കും, ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് എനിക്ക് എന്റെ ചികിത്സ നടത്താവുന്നതാണ്. പറയുന്നു, ഇത് കേവലം ചന്തയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നടന്നത്. ഇതൊന്നും തന്നെ അവിചാരിതമായ സംഭവങ്ങളല്ല, ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ പെരുമാറ്റങ്ങളാണ്. ആരാണോ അള്ളാഹുൽ തവക്കൽ ചെയ്യുന്നത് അവരുടെ ഈമാനെ ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടി. ഇതിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവും ഉണ്ട്. കാദിയാനിൽ നിന്ന് മാമൂൻ റഷീദ് സാഹിബ് സെക്രട്ടറി വഖഫ് ജദീദ് എഴുതുന്നു, ഒരു സഹോദരൻ സുലേജ സാഹിബ്, അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ ചന്ത വഖഫ് ജദീദ് ചില കുടുംബപരമായ പ്രശ്നങ്ങൾ കാരണം ബാക്കിയുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഇദ്ദേഹത്തെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയുണ്ടായി. ഇപ്പോൾ വർഷത്തിന്റെ അവസാനമാണ്, അതുകൊണ്ട് പെട്ടെന്ന് നൽകുക. എന്നാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇത്രമാത്രം തുക ഉണ്ടായിരുന്നില്ല മുഴുവൻ ചന്തയും നൽകുന്നതിനു വേണ്ടി. എന്നല്ല, മുഴുവൻ തുകയുടെയും 30% മാത്രമാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെയധികം വ്യാകുലചിത്തനായിരുന്നു. എങ്ങനെയാണ് പൂർണ്ണമായും ചന്ത നൽകുക? അവസാനം അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുക മുഴുവനായും അദ്ദേഹം ചന്തയായി നൽകി. അദ്ദേഹം വിവരിക്കുന്നു, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അത്ഭുതകരമായ രീതിയിൽ ഏതാനുശങ്ങൾ കൊണ്ട് തന്നെ അക്കൗണ്ടിൽ അത്ര തന്നെ തുക കൂടുതലായി വന്നു. അത് മുഖേന അദ്ദേഹത്തിന് ബാക്കിയുള്ള ചന്തയും നൽകാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ അദ്ദേഹം തന്റെ വാഗ്ദാനം അനുസരിച്ചത് നൽകുകയുണ്ടായി. പറയുന്നു, അദ്ദേഹം എപ്പോൾ വാഗ്ദാനം വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നൽകുമായിരുന്നു. എന്നാൽ ഈ വർഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുട്ടിയും രോഗിയായത് കാരണം നൽകാൻ സാധിച്ചില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹം വളരെയധികം പ്രയാസത്തിലായിരുന്നു. എന്നാൽ അള്ളാഹു അത്ഭുതകരമായ രീതിയിൽ അതിനുള്ള സംവിധാനം ഒരുക്കി. പറയുന്നു, ഇത് അവരുടെ ഈമാനിൽ പുരോഗതി കൈവരിക്കാനുള്ള കാരണമായി തീർന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ അബ്ദുൽ മഹമൂദ് സാഹിബ്, ഇൻസ്പെക്ടർ വഖഫ് ജദീദ്, അദ്ദേഹം ഒരു സുഹൃത്തിന്റെ സംഭവം വിവരിക്കുന്നു. ജില്ലാ ഭീർഭൂമിലെ ഒരു ഗ്രാമം ബംഗാളിലെ ഒരു ഗ്രാമമാണ്. അവിടുത്തെ സംഭവമാണ് പറയുന്നു. അവിടെയുള്ള ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന് പലചരക്ക് കച്ചവടത്തിന്റെ ഹോൾസെയിൽ കടയാണുള്ളത്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല നിലയിൽ നടക്കുന്ന ഒരു കടയാണ്. ഒരു ഹുസൈൻ സാഹിബിന്റെ, അദ്ദേഹം ദിവസവും കട തുറന്നു കഴിഞ്ഞാൽ 100 രൂപ ഒരു പെട്ടിയിൽ ഇടുമായിരുന്നു. അതിൽ നിന്ന് തന്റെ വാഗ്ദാനം അനുസരിച്ച് ചന്ത നൽകുമായിരുന്നു. രാവിലെ വന്ന് ഏറ്റവും ആദ്യം അദ്ദേഹം ചെയ്യുന്ന ജോലി ഇതായിരുന്നു.
രൂപ ഒരു ബോക്സിലിടും. പറയുന്നു, ഒരു ദിവസം കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വന്നത്. അദ്ദേഹത്തിന്റെ ചിലവ് തന്നെ പൂർത്തിയാകുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അദ്ദേഹം 100 രൂപ ഇടാതിരുന്നില്ല. അടുത്ത ദിവസം കട തുറന്ന ഉടനെ തന്നെ അദ്ദേഹം 100-ന് പകരം 300 രൂപ ആ പെട്ടിയിൽ ഇട്ടു. എന്നിട്ട് ഹൃദയത്തിൽ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇന്ന് അള്ളാഹുമായി ഒരു കച്ചവടം നടത്തിക്കൂടാ? അള്ളാഹുവിന്റെ കാരുണ്യം ഈ വിധത്തിൽ ഉണ്ടായി. ആ ദിവസം തന്നെ ഉച്ചസമയത്തിന് ശേഷം പറയുന്നു, എന്റെ 8 ഉപഭോക്താക്കൾ വന്നു. മൊത്ത കച്ചവടമായിരുന്നു, വലിയ കച്ചവടമാണ്. അതിൽ ചാക്കുകൾ എടുത്തിട്ടുണ്ടായിരിക്കും, എടുക്കാൻ സമയം വന്നിട്ടായിരിക്കും. ഞാൻ ഇത്രമാത്രം തിരക്കിലായി. അതിൽ ഒരു ഉപഭോക്താവിനോട് ഇങ്ങനെ പറഞ്ഞ് തിരിച്ചയച്ചു, നാളെ വരിക. ഉള്ളവർക്ക് സാധനങ്ങൾ നൽകിക്കൊണ്ട് തന്നെ വൈകി രാത്രിയായി. പറയുന്നു, അന്നേ ദിവസം വളരെയധികം വരുമാനമുണ്ടായി. പറയുന്നു, അള്ളാഹു മനുഷ്യനിൽ സംതൃപ്തനാകുമ്പോൾ ഇത്രമാത്രം നൽകുന്നു. മനുഷ്യന് 2 കൈകൾ കൊണ്ടും അത് താങ്ങാൻ സാധിക്കുകയില്ല. ഗിനി ബസാവോ ഓയോ റീജണിലെ മിഷണറി അബ്ദുൽ അസീസ് സാഹിബ് പറയുന്നു, ഒരു വൃദ്ധയായ വനിത ഉണ്ട്, മസ്കൂത്ത സാഹിബ. അവരോട് ജദീദ് ചന്ത നൽകുന്നതിനായി അവരോട് പറയുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വാഗ്ദാനം അനുസരിച്ച് തുക സ്വരൂപിച്ചു വെച്ചിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി തന്റെ സഹോദരന്റെ അടുത്ത് പോയപ്പോൾ രാത്രിയിൽ തുക എവിടെയോ നഷ്ടപ്പെട്ടു. വീണുപോയ തുക ഞാൻ അന്വേഷിക്കുകയാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ തുക നൽകുന്നതാണ്. ഇതിനുശേഷം അവർ തുക അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എവിടെ നിന്നും തുക ലഭിച്ചില്ല. അപ്പോൾ അവർ തന്റെ മകളിൽ നിന്ന് കുറച്ച് തുക കടം വാങ്ങിച്ച് വഖഫെ ജദീദ് നൽകി. ഈ തുക നൽകിയതിനു ശേഷം അവർ വീണ്ടും അന്വേഷിക്കാനായി ശ്രമിച്ചു. തന്റെ വീണുപോയ തുക പറയുന്നു, ഞാൻ ഏതാനും മീറ്റർ ദൂരം മാത്രമേ പോയി കാണുകയുള്ളൂ. അതേ തുക ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി റോഡിന്റെ മധ്യത്തിൽ കിടക്കുന്നതായി കണ്ടു. അതിനുശേഷം അവർ വളരെയധികം സന്തോഷിച്ചു. അടുത്ത ദിവസം തിരിച്ചു വന്ന് വാഗ്ദാനം അനുസരിച്ച് പൂർണ്ണമായും ചന്ത നൽകി. എന്നിട്ട് അവര് ആളുകളോട് പറയാൻ തുടങ്ങി, ഇത് വഖഫെ ജദീദ് ചന്തയുടെ അനുഗ്രഹമാണ്. അള്ളാഹു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു നൽകി. മാലിയിലെ റീജൻ സുക്കാസോയിലെ മുബല്ലിഗ് സായിരുന്നു അഹമ്മദ് ബിലാൽ സാഹിബ്. ഒരു നവ അഹമ്മദി അഹമ്മദ് ജലാൽ സാഹിബ് മിഷൻ ഹൌസിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, മുമ്പ് അദ്ദേഹം സ്ഥിരമായി ചന്ത നൽകുമായിരുന്നു. എന്നാൽ പിന്നീട് ചില സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടായി വന്നു. അത് കാരണം ചന്ത നൽകാൻ സാധിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു, അവർ ഒരു ജനക്കൂട്ടത്തോടൊപ്പം വിശാലമായ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ മാർഗം മുന്നോട്ട് ചെന്ന് വളരെയധികം വഴികളായി തിരിയുന്നു. എന്നാൽ വിഭജിക്കപ്പെട്ട എല്ലാ വഴികളും അങ്ങേയറ്റം മോശവും കടന്നുപോകാൻ പ്രയാസകരവുമായിട്ടുള്ളതാണ്. ഈ അവസരത്തിൽ അദ്ദേഹം ദുആ ചെയ്തു. അപ്പോൾ ആകാശത്ത് നിന്നൊരു വാഹനം വന്നു. അത് അദ്ദേഹത്തെയും കൊണ്ട് ആകാശത്തേക്ക് പോയി. പിന്നീട് മോശം വഴി അവസാനിച്ചപ്പോൾ ആ വാഹനം അദ്ദേഹത്തെ വീണ്ടും വിശാലമായ വഴിയിൽ ഇറക്കി. പറയുന്നു, അവിടെ വെച്ച് അദ്ദേഹം ഒരു മഹാവിനെ കണ്ടു. അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ വാഹനം താങ്കൾക്ക് താങ്കളുടെ ചന്ത നൽകിയത് കൊണ്ടാണ് താങ്കളെ കൊണ്ടുപോകാനായി വന്നത്. ചില സമയത്ത് ബുദ്ധിമുട്ടുകൾ വരുന്നു. എന്നാൽ ഒരു അഹമ്മദി ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്ഥിരമായി ചന്ത നൽകുന്നത്, പ്രയാസങ്ങളിൽ നിന്ന് മനുഷ്യന് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ആ നവ അഹമ്മദി ചന്ത നൽകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇനി എന്തു തന്നെയായാലും ശരി, ചന്ത നൽകുന്ന കാര്യത്തിൽ ഒരിക്കലും അലസത കാണിക്കുകയില്ല. ഇതെങ്കിലും വിധത്തിലുള്ള ഒരു അവിചാരിത സംഭവമാണോ? തൻസാനിയയിലെ അമീർ സാഹിബ് എഴുതുന്നു, റൂഷ റീജണിലെ ഒരു ജമാഅത്ത് ചന്ത നൽകുന്നതുമായി ആഹ്വാനം ചെയ്തപ്പോൾ ഒരു ദരിദ്രയായ വനിത ഫാത്തിമ സാഹിബ, അവർ വാഴപ്പഴവും മറ്റു പഴങ്ങളും വിറ്റുകൊണ്ടാണ് ചെയ്യുന്നത്. അവർ 2 ദിവസത്തെ മുഴുവൻ വരുമാനം വഖഫെ ജദീദിൽ നൽകി. തന്റെ കുടുംബത്തെയും വഖഫെ ജദീദിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ജമാഅത്തിലെ മറ്റൊരു വൃദ്ധയായ വനിത അവരോട് ചന്തയെക്കുറിച്ച് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവർ സ്വയം മിഷൻ ഹൗസിൽ വരികയും 5000 ഷില്ലിംഗ് വഖഫെ ജദീദ് നൽകുകയുണ്ടായി. ഇവർ അത്തരത്തിലുള്ള ആളുകളാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമരെ കുറിച്ച് പറഞ്ഞു, അവരെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. അവർ ഏതു വിധത്തിലാണ് ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധ ക്ഷണിക്കുന്നതിലൂടെ ഏതുപോലെ ഹദ്റത്ത് മസീഹ് വസ്സലാം പറയുകയുണ്ടായി, ഇവർ ത്യാഗം ചെയ്യുകയും ചെയ്യുന്നു. തൻസാനിയയിലെ തന്നെ അമീർ സാഹിബ് മറ്റൊരു സംഭവം എഴുതുന്നു, കഴിഞ്ഞ വർഷം മുതൽ രാജ്യത്തിലെ സാമൂഹിക അവസ്ഥ വളരെ പ്രയാസകരമാണ്. എന്നാൽ അഹമ്മദികൾ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി സാമൂഹിക ത്യാഗങ്ങളിൽ ഭാഗമാക്കിക്കൊണ്ടിരിക്കുന്നു. ഉറൂഷ നഗരത്തിലെ ഒരു സുഹൃത്ത് മസീരി സാഹിബ്, അദ്ദേഹം
പത്രം വിറ്റാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തോട് വഖഫ് ജദീദുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തിയപ്പോൾ അദ്ദേഹം കഴിവനുസരിച്ച് നൽകുകയുണ്ടായി. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ ഞാൻ ദിവസവും ഒരു കപ്പ് ചായയുടെ ചിലവ് കുറച്ചുകൊണ്ട് ആ തുക ചന്തയായി നൽകുന്നതാണ്. ദരിദ്രനായ ഒരാൾ ഈ വിധത്തിലും പണം മെച്ചപ്പെടുത്തുന്നു. ഒരു ഗ്ലാസ് ചായ കുടിക്കുകയില്ല, അതിന്റെ ചെലവ് ചന്തയായി നൽകുന്നതാണ്. ഈ ഒരു ചിന്തയാണ് ഏത് വിധത്തിലാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കണമെന്നുള്ളത്. അമീർ സാഹിബ് തൻസാനിയ തന്നെ എഴുതുന്നു, മാറ റീജണിലെ ഒരു മുഖ്ലിസായ യുവാവ്, പൊതുവിൽ ഇദ്ദേഹം വഖഫ് ജദീദിന്റെ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ തുകയും അടച്ചു തീർക്കാറുണ്ട്. എന്നാൽ ഈ വർഷം സാമൂഹികാവസ്ഥ പ്രയാസകരമായത് കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റേത് 15,000 ഷില്ലിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിസ്സാരമായ തുകയാണ് ഉണ്ടായിരുന്നത്. ഷില്ലിങ്ങിനും ഒരു മൂല്യവുമില്ല, വളരെ കുറഞ്ഞ മൂല്യമാണുള്ളത്. അദ്ദേഹം കണക്ക് കൂട്ടി മാസത്തിന്റെ അവസാനത്തിൽ ഈ തുക ചന്തയായി നൽകിയാൽ അദ്ദേഹത്തിന്റെ പക്കൽ ചിലവ് ചെയ്യുന്നതിനായി ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഏതായിരുന്നാലും അദ്ദേഹം അല്ലാഹുവിൽ തവക്കൽ ചെയ്തു, ഈ തുക ചന്തയായി നൽകി. വിവരിക്കുന്നു, അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. കഴിഞ്ഞ 3 മാസമായി ചില ബില്ലുകൾ അദ്ദേഹത്തിന്റേതുണ്ട്, അത് ക്ലിയർ ആയിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ വർഷത്തിൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിലും വലിയ വർധനമുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്, ചന്തയുടെ അനുഗ്രഹം കൊണ്ടാണ് കുറച്ചു ദിവസങ്ങൾ കൊണ്ട് എനിക്ക് 6 ഇരട്ടി കൂടുതലായി ലഭിച്ചത്. നോക്കുക, എവിടെയാണ് ഈ അവസ്ഥ? വീടിന്റെ ചിലവ് എങ്ങനെ പോകും? എവിടെയാണ് ഈ ഒരു അവസ്ഥ? അള്ളാഹു 6 ഇരട്ടി തുക തിരിച്ചു നൽകുകയുണ്ടായി. ബോർക്കിനോ ഫാസോയിലെ കായ റീജണിലെ മുബല്ലിഗ് എഴുതുന്നു, ഒരു അഹമ്മദിയുണ്ട്, അബ്ദുൽ സാഹിബ്. അദ്ദേഹം പറയുന്നു, ചന്ത നൽകുന്നതിൽ പങ്കാളിയായിരുന്നു, എന്നാൽ സ്ഥിരത ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ചന്തയുടെ എല്ലാ വിഭാഗങ്ങളിലും പങ്കെടുക്കാൻ പരിപൂർണമായും ശ്രമിക്കുന്നതാണ്. പറയുന്നു, എപ്പോഴാണോ ഞാൻ തീരുമാനമെടുത്തത്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ചന്ത നൽകുന്നത് സ്ഥിരത കൈവരിച്ചിരിക്കുന്നു. ഞാൻ സ്ഥിരത കൈവരിച്ചതോടുകൂടി എന്റെ എല്ലാ പ്രശ്നങ്ങളും, എന്റെ ധനം, എന്റെ വളർത്തുമൃഗങ്ങൾ, വിളവ് എന്നിവയിലെല്ലാം തന്നെ അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങി. ചുരുക്കത്തിൽ അനേകം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. അതെല്ലാം തന്നെ മെല്ലെ മെല്ലെ പരിഹരിക്കപ്പെട്ടു. പറയുന്നു, കഴിഞ്ഞ മാസം എന്റെ ഭാര്യ, അവൾ ഗർഭിണിയായിരുന്നു. ഹോസ്പിറ്റലിൽ ചിലവുകൾക്കായി എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. എന്നാൽ ഡെലിവറിയുടെ സമയമായപ്പോൾ അള്ളാഹു ആവശ്യത്തിന് സഹായിച്ചു. എല്ലാ സംവിധാനവും ഒരുങ്ങി. അദ്ദേഹത്തിന് കുട്ടിയും ജനിച്ചു, ഭാര്യയും സുഖത്തിലാണ്. പറയുന്നു, എല്ലാം ഞാൻ കാണുകയുണ്ടായി. ഞാൻ വിചാരിക്കുന്നു, ഇത് ചന്തയുടെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഉണ്ടായത്. റഷ്യയിലെ മുബല്ലിഗ് എഴുതുന്നു, ഹുദായാൻ സാഹിബ്. അദ്ദേഹം അർമേനിയനാണ്, എന്നാൽ റഷ്യയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം വളരെയധികം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തതിനു ശേഷമാണ് അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിച്ചത്. അഹമ്മദിയത്ത് സ്വീകരിച്ചതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ജമാഅത്തിലെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അദ്ദേഹം സ്ഥിരമായി എല്ലാ മാസവും ചന്ത, വഖഫ് ജദീദും തെഹരീക്കെ ജദീദും നൽകാൻ തുടങ്ങി. ജോലി ആവശ്യാർത്ഥം രാജ്യത്ത് അകത്തും പുറത്തും വളരെയധികം ചെയ്യാറുണ്ട്. എന്നാൽ യാത്രയിലാണെങ്കിലും സ്ഥിരമായി ചന്ത നൽകുമായിരുന്നു. ചെറിയ തോതിലുള്ള ജോലിയാണ് ഇദ്ദേഹത്തിന്റേത്, അതാണ് ചെയ്യുന്നത്. അതല്ലാതെ വലിയ കഴിവുള്ള ആളല്ല. അത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുന്നത് അതുകൊണ്ടല്ല. അദ്വാർ സാഹിബ് വിവരിക്കുന്നു, ജനുവരി 2020 അദ്ദേഹത്തിന് തന്റെ ഒരു ജോലി സംബന്ധമായി അർമേനിയയിൽ പോകുമായിരുന്നു. അവിടെ നിന്ന് കസാനിൽ പോകണമായിരുന്നു. ഈ ജോലി വളരെ അത്യാവശ്യമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പക്കൽ യാത്രാ ചെലവിനുള്ള ഉചിതമായ തുക പോലും ഉണ്ടായിരുന്നില്ല. പ്രയാസവും ഉണ്ടായിരുന്നു. ദുആ ചെയ്തുകൊണ്ടിരുന്നു. പറയുന്നു, ഡിസംബർ 30 ഒരു കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫറായി. ആ തുക അദ്ദേഹത്തിന് ഫെബ്രുവരിയിലാണ് ലഭിക്കേണ്ടിയിരുന്നത്. പറയുന്നു, ഇദ്ദേഹത്തെ കൂടാതെ മറ്റു പലർക്കും ഈ തുക ഫെബ്രുവരിയിൽ ലഭിച്ചതായിട്ടുണ്ട്. എന്നാൽ കേവലം ഇദ്ദേഹത്തിന് മാത്രം ഈ തുക ഫെബ്രുവരിക്ക് പകരം ഡിസംബറിൽ നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസമാണ്, ഇത് കേവലം ചന്തയുടെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. അതല്ല എങ്കിൽ ഈ കാര്യം മനസ്സിലാക്കുന്നതിനപ്പുറമാണ്.
ഇത്രയധികം ആളുകളിൽ ഈ തുക കേവലം മാത്രം എന്തുകൊണ്ട് ഡിസംബറിൽ നൽകി? അദ്ദേഹം കൂടുതലായി എഴുതുന്നു, അള്ളാഹുവിന്റെ ഈ പെരുമാറ്റത്തിന്റെയും സ്നേഹത്തിന്റെയും രീതി ഒരു അഹമ്മദി മുസ്ലിമിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ വിധത്തിൽ അള്ളാഹു ഈമാൻ ദൃഢപ്പെടുത്തുന്നു. ഐവറി കോസ്റ്റ് നിന്ന് സിസാംപിയോ റീജണിൽ നിന്ന് മുബല്ലിക് ബുക്കാർ സാഹിബ് എഴുതുന്നു, ഇവിടെ പെദ്രോ റീജണിൽ 2014 ഫത്താക്രോ ഗ്രാമത്തിൽ 20 ആളുകളിൽ ഉള്ള ഒരു ചെറിയ ജമാഅത്ത് സ്ഥാപിച്ചിരുന്നു. അവിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ജാറ സാഹിബ്. അദ്ദേഹം ബോർക്കിനോഫാസോക്കാരനായിരുന്നു. ഈ ജമാഅത്തിലെ ഏക ആക്റ്റീവ് മെമ്പർ അദ്ദേഹമായിരുന്നു. വർഷമായി അദ്ദേഹം ബോർക്കിനോഫാസോയിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം തിരിച്ചുപോയപ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. കാരണം മറ്റുള്ളവർ ഇതുപോലെ ആക്റ്റീവ് ആയിരുന്നില്ല. അവരുടെ തെർബിയത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ മകൻ ഈസ ജാറ, അദ്ദേഹം വിവാഹിതനായി കൃഷി ചെയ്യുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തെ ഖുദ്ദാമുൽ അഹമ്മദിയയുടെ നാഷണൽ ഇജ്തിമായിൽ പോകാനായി പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന് ചന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ജമാഅത്ത് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെക്കുറിച്ചും ദുആ ചെയ്തുകൊണ്ടിരിക്കാനും പറയുകയുണ്ടായി. അതിനുശേഷം ഡിസംബറിൽ നാഷണൽ ജൽസ സാലാനയ്ക്ക് മുമ്പ് അദ്ദേഹം പറയുന്നു, എന്റെ അടുക്കൽ വന്നു, എനിക്ക് 10,000 ഫ്രാങ്ക്സ് ചന്തയായി നൽകി. ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഈ തുക പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥക്കനുസരിച്ച് അത് വളരെ കൂടുതലായിരുന്നു. ഇത് താങ്കൾ എങ്ങനെയാണ് നൽകിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചന്ത നൽകാൻ തുടങ്ങിയത് മുതൽ എന്റെ മേൽ അള്ളാഹുവിന്റെ അനന്തമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് എന്റെ വയലിൽ നിന്ന് മറ്റുള്ളവരെ അപേക്ഷിച്ച് ലാഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചു കാലം മുമ്പ് ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ആത്മാവ് അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിതമാണ്, ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ്. പറയുന്നു, ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. അവിടുന്ന് ലോകത്തെ നേർമാർഗത്തിലേക്ക് വിളിക്കുകയായിരുന്നു. അള്ളാഹുവിനു നന്ദി, എനിക്ക് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കാനുള്ള അള്ളാഹു തൗഫീഖ് നൽകി. പറയുന്നു, ഇപ്പോൾ അദ്ദേഹം സ്ഥിരമായി ഞാൻ ഇനി ചന്ത നൽകുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് വഖഫെ ജദീദ് ഇൻസ്പെക്ടർ അദ്ദേഹം ഒരു കുട്ടിയുടെ 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം പറയുന്നു. ആ കുട്ടി അനേകം വർഷമായി സ്ഥിരമായി വഖഫെ ജദീദ് ചന്ത നൽകുന്നു. ഒരു സഞ്ചിയിൽ പണം സ്വരൂപിക്കുന്നു. ആ കുട്ടിക്ക് പറയാനോ കേൾക്കാനോ ഉള്ള കഴിവില്ല. എന്നാൽ അവൾക്ക് ലഭിക്കുന്ന തുക മറ്റുള്ളവർ ചന്ത നൽകുന്നതായി കാണുമ്പോൾ അവൾക്കും താല്പര്യമുണ്ടായി. അതുപോലെ തന്നെ ലൈബീരിയയിൽ നിന്ന് ഒരു മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, കേപ്പ് കോണ്ടിയിലെ ഒരു ജമാഅത്ത്, അതിൽ മഗ്രിബ് ഇശാ നമസ്കാരത്തിന് ശേഷം ജമാഅത്ത് ഞാൻ വഖഫ് ചന്തയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തി. അപ്പോൾ ആളുകൾ കഴിവനുസരിച്ച് ഒരാൾക്ക് ശേഷം മറ്റൊരാൾ എന്ന നിലയിൽ തങ്ങളുടെയും കുടുംബത്തിന്റെയും ചന്ത നൽകാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് 2 ചെറിയ കുട്ടികൾ അസീസം സുലൈമാനും അസീസം അബ്ദുല്ല കമാറയും പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. കുറച്ചു സമയത്തിന് ശേഷം 2 പേരും തിരിച്ചു വന്നു. എന്നിട്ട് $20 ലൈബേറിയൻ ചന്തയായി നൽകി. പൊതുവിൽ അവിടെ മാതാപിതാക്കളാണ് കുട്ടികളോട് ചന്ത നൽകുന്നത്. അതുകൊണ്ട് എനിക്ക് ചിന്തയുണ്ടായി, ഈ കുട്ടികളോട് ചോദിക്കാം അവർ എന്തുകൊണ്ടാണ് അവരുടെ ചന്ത നൽകിയത്. അപ്പോൾ 2 കുട്ടികളും പറഞ്ഞു, ഞങ്ങൾക്ക് ഇതറിയാൻ കഴിഞ്ഞിരിക്കുന്നു, കാലത്തിന്റെ ഖലീഫയുടെ ഈ നിർദ്ദേശമുണ്ട്, കുട്ടികളും വഖഫ് ജദീദിൽ ഉൾപ്പെടണം. അതുകൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു, ഇനി ഞങ്ങൾ കാലത്തിന്റെ ഖലീഫ നിർദ്ദേശം അനുസരിച്ച് പണം സ്വരൂപിച്ച് സ്വയം തങ്ങളുടെ ചന്ത നൽകുന്നതാണ്. വിദൂര പ്രദേശങ്ങളിൽ ഇരിക്കുന്ന കുട്ടികൾ, അവർ ഒരിക്കലും തന്നെ കാലത്തിന്റെ ഖലീഫയെ കാണുക പോലും ചെയ്തിട്ടില്ല. എന്നാൽ ഈ ആത്മാർത്ഥതയും ബന്ധവും ആണ്. ഇത് കേവലം അള്ളാഹു മാത്രമേ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുകയുള്ളൂ. അള്ളാഹുയുടെ ആത്മാർത്ഥതയും കൂറും കൂടുതൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് കുട്ടികളാകട്ടെ, വലിയവരാകട്ടെ, നവാഹമ്മദികളാകട്ടെ, പഴയ അഹമ്മദികളാകട്ടെ, ഇവർക്ക് ഈ ഒരു ഗ്രാഹ്യം ഉണ്ട്. അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാനുള്ള മാർഗം അവന്റെ മാർഗത്തിൽ ധനം ചിലവ് ചെയ്യുക എന്നതാണ്. അതുപോലെ ചിലർക്ക് സ്വയം അള്ളാഹു മാർഗദർശനം നൽകുകയും ചെയ്തു. ഇതുപോലെ ഞാൻ സംഭവങ്ങൾ വിവരിക്കുകയുണ്ടായി. ഇവർ അത്തരത്തിലുള്ള ആളുകളാണ്. അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്തുകൊണ്ട് അസൂയപ്പെടേണ്ടവരാണ് എന്ന് പറയപ്പെടുന്നവരാണ്. ഇനി ഞാൻ വഖഫ് ജദീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം വഖഫ് ജദീദ് ചന്തയിലുണ്ടായ ത്യാഗത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ വർഷത്തിന്റെ വിളംബരം നടത്തുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ
വഖഫെ ജദീദിന്റെ 62ാമത്തെ വർഷം ഡിസംബർ 31 അവസാനിച്ചു. പുതിയ വർഷം ജനുവരി 1 മുതൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയ്ക്ക് വഖഫെ ജദീദിൽ മുഴു ലോകത്തുള്ള അഹമ്മദിയ ജമാഅത്തിന് 96,43,000 പൗണ്ടിന്റെ ധനത്യാഗം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ തുക 5 ലക്ഷം പൗണ്ട് കൂടുതലാണ്. ഈ വർഷം ലോക ജമാഅത്തുകളിൽ മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ 1-ാം സ്ഥാനത്താണ്. ഈ വിധത്തിൽ അതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: ബ്രിട്ടൻ 1-ാം സ്ഥാനത്ത്, പിന്നീട് പാകിസ്ഥാൻ, പിന്നീട് ജർമ്മനി, പിന്നീട് അമേരിക്ക, കാനഡ, പിന്നീട് ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, പിന്നീട് മിഡിൽ ഈസ്റ്റിലെ 2 ജമാഅത്തുകൾ. അമീർ സാഹിബ് പറഞ്ഞിരുന്നു, വഖഫെ ജദീദിൽ ഞങ്ങൾ മുന്നേറുന്നതാണ്. അദ്ദേഹം തന്റെ വാക്ക് പാലിക്കുക തന്നെ ചെയ്തു. 10 ജമാഅത്തുകൾ പ്രാദേശിക കറൻസിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർധനവുണ്ടാക്കിയിരിക്കുന്നത്. അതിൽ വലിയ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇന്തോനേഷ്യ 1-ാം സ്ഥാനത്താണ്, പിന്നീട് ജർമ്മനി, പിന്നീട് അമേരിക്ക, പിന്നീട് മറ്റ് ജമാഅത്തുകൾ. ഏതായിരുന്നാലും 3 വലിയ ജമാഅത്തുകൾ ഇതാണ്. ഇന്ത്യയും വളരെ വലിയ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. കാനഡയും ബ്രിട്ടനും മിഡിൽ ഈസ്റ്റിലെ ജമാഅത്തുകളും പാകിസ്ഥാനും ഓസ്ട്രേലിയയും. ഇന്ത്യയിലെ പ്രാദേശിക കറൻസിയുടെ അടിസ്ഥാനത്തിലുള്ള വർധനവ് ത്യാഗത്തിന്റെ ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഈ അടിസ്ഥാനത്തിൽ 5-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ആഫ്രിക്കയിൽ മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ എടുത്തു പറയേണ്ട ജമാഅത്തുകൾ: അതിൽ 1-ാം സ്ഥാനത്ത് ഘാന, 2ാമത്തേത് നൈജീരിയ, 3-ാമത് ബുർക്കിനോ ഫാസോ, 4-ാമത്തേത് തൻസാനിയ, 5-ാം സ്ഥാനത്ത് ബനിൻ, 6-ാം സ്ഥാനത്ത് ഗാംബിയ, 7-ാം സ്ഥാനത്ത് കെനിയ, 8-ാം സ്ഥാനത്ത് മാലി, 9-ാം സ്ഥാനത്ത് സെറാലിയോൺ, 10-ാം സ്ഥാനത്ത് കോങ്കോ കിൻഷാസ. ആളുകളുടെ പങ്കാളിത്തത്തിന്റെ എണ്ണത്തിൽ അള്ളാഹുവിന്റെ തആല ഈ വർഷം വഖഫെ ജദീദ് ചന്തയിൽ പങ്കെടുത്തവരുടെ എണ്ണം 18,21,000 ആണ്. ഈ വർഷം ഇതിലെ വർധനവ് 89,000 ആണ്. 89,000 ആണ്. വർധനവിൽ ഈ വർഷം എടുത്തു പറയേണ്ട ജമാഅത്തുകൾ: കാമറൂൺ 1-ാം സ്ഥാനത്താണ്, പിന്നീട് സെനഗാൽ, പിന്നീട് സെറാലിയോൺ, പിന്നീട് നൈജീരിയ, പിന്നീട് ബുർക്കിനോ ഫാസോ, പിന്നീട് ഇന്തോനേഷ്യ. ഇതുപോലെ മറ്റു ജമാഅത്തും ഉണ്ട്. മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ 10 വലിയ ജമാഅത്തുകൾ ഇതാണ്: 1-ാം സ്ഥാനം ഇസ്ലാമാബാദ്, 2-ാം സ്ഥാനം വോൾട്ടർഷാട്ട്, 3 വൂസ്റ്റർ പാർക്ക്, പിന്നീട് ബർമിംഗം സൗത്ത്, മസ്ജിദ് ഫസൽ, പട്നി, ജെല്ലിംഗം, പിന്നീട് ന്യൂ മോഡേൺ, പിന്നീട് ബർമിംഗം വെസ്റ്റ്, പിന്നീട് ഹോസ്റ്റോ. റീജനുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 5 റീജനുകൾ ഇതാണ്: ബൈത്തുൽ ഫത്തൂർ റീജൻ 1-ാം സ്ഥാനം, പിന്നീട് മസ്ജിദ് ഫസൽ റീജൻ, പിന്നീട് മിഡ്ലാൻഡ് റീജൻ, ഇസ്ലാമാബാദ് റീജൻ, പിന്നീട് ബൈത്തുൽ എഹ്സാൻ റീജൻ. ദഫ്തർ അത്ഫാലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 10 ജമാഅത്തുകൾ: ഓൾട്ടർഷോട്ട് 1-ാം സ്ഥാനത്ത്, പിന്നീട് റോഹിൻടൺ, പിന്നീട് പട്നി, ഇസ്ലാമാബാദ്, ബീച്ചിംഗ് പാർക്ക്, ബീച്ചീൻ, വൂസ്റ്റർ പാർക്ക്, നൈറ്റ്സ് പാർക്ക്, സർബിട്ടൺ. പാകിസ്ഥാനിലെ മുതിർന്നവരുടെ ചന്തയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 3 ജമാഅത്തുകൾ: 1-ാം സ്ഥാനം ലാഹോർ, പിന്നീട് റബുവ, 3-ാമത്തെ സ്ഥാനം കറാച്ചി. പാകിസ്ഥാനിലെ കറൻസിയുടെ വാല്യൂ കാരണം അത് പിന്നോട്ട് പോയിരിക്കുകയാണ്. അഥവാ കഴിഞ്ഞ വർഷമുള്ള കറൻസിയുടെ മൂല്യമായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം പാകിസ്ഥാൻ 1-ാം സ്ഥാനത്ത് തന്നെ ആകണമായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടൻ മഹത്വം ഇത്ര വലിയ ഇതൊന്നുമില്ല. മുതിർന്നവരുടെ ചന്തയിൽ പാകിസ്ഥാനിലെ ജില്ലകൾ: അതിൽ ഇസ്ലാമാബാദ്, സിയാൽകോട്ട്, റാവൽപിണ്ടി, ഗുജറാൻവാല, മുൾത്താൻ, ഉമർകോട്ട്, ഹൈദരാബാദ്, ഡെര ഖാസി ഖാൻ, മീർപൂർ ഖാസ്, പിഷാവർ. മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 10 ജമാഅത്തുകൾ: ഇസ്ലാമാബാദ് നഗരം, ടൗൺഷിപ്പ്, ഡിഫൻസ് ലാഹോർ, ദാറുസിക്കർ ലാഹോർ, ഗുൽഷൻ ഇക്ബാൽ കറാച്ചി, ഉസ്മാനാബാദ് ലാഹോർ, റാവൽപിണ്ടി നഗരം, അസീസാബാദ് കറാച്ചി, ഗുൽഷൻ ജാമി കറാച്ചി, ഡൽഹി ഗേറ്റ് ലാഹോർ. അവിടെ എല്ലാ തരത്തിലും അവസ്ഥകൾ വളരെ മോശമാണ്. എന്നിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവിടെയും വലിയ ത്യാഗങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ദഫ്തർ അത്ഫാലിൽ പാകിസ്ഥാനിലെ 3 വലിയ ജമാഅത്തുകൾ: 1-ാം സ്ഥാനത്ത് ലാഹോർ, 2-ാമത് കറാച്ചി, 3-ാമത് റബുവ.
ജില്ലകളുടെ പൊസിഷൻ ഇപ്രകാരമാണ്: സിയാൽകോട്ട് 1-ാം സ്ഥാനം, ഗുജറാത്ത് 2-ാം സ്ഥാനം, പിന്നീട് സർഗോദ, പിന്നീട് ഹൈദരാബാദ്, പിന്നീട് ഡേര ഗാസി ഖാൻ, പിന്നീട് ഷേഖുപുര, പിന്നീട് മീർപൂർ ഖാസ്, പിന്നീട് ഉമർകോർ, പിന്നീട് ഉഖാഡ, പിഷാവർ. വസൂലിയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ 5 ലോക്കൽ ജമാത്തുകൾ, ലോക്കൽ ഇമാറത്തുകൾ ഒന്നാം സ്ഥാനത്ത് ഹാംബർഗ്, 2-ാം സ്ഥാനം ഫ്രാങ്ക്ഫർട്ട്, 3 ജിറ്റ്സൺബാഹ്, 4-ാം സ്ഥാനം ഗ്ലോസ്ഡൌൺ, 5-ാം സ്ഥാനത്ത് ബീസ്ബാദൻ. മുതിർന്നവരുടെ ചന്തയുടെ അടിസ്ഥാനത്തിൽ വഖഫ് ജദീദിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ നോയസ്, റൂഡൻമാർക്ക്, നിദ, മഹദിയാബാദ്, റോയ്സ്റൈം, ഫാക്ബർഗ്, ബാൻസൈൻ, ലാംഗൻ, കോബ്ലെങ്സ്, നെനാഗോ ആൻഡ് പിനിബർഗ്. ദഫ്തർ അത്ഫാലിലെ ആദ്യത്തെ 5 റീജനുകൾ ഹിസൻ വൂഡ്സ്, വൂസ്റ്റ്, ഹൈസൺ സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റേൺ സൈറ്റ്, ടവൈൻസ്, സൗത്ത് ഓർസിൻ. ഇതൊക്കെ അവരുടെ പേരുകളാണ്. ഏതൊക്കെയാണ് അവരുടെ പേരുകൾ? ജർമ്മൻകാർ തന്നെ ശരിയാക്കുക. വസൂലിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ 10 ജമാത്തുകൾ മേരിലാൻഡ് 1-ാം സ്ഥാനത്ത്, പിന്നീട് സിലിക്കോൺ വാലി, പിന്നീട് ലോസ് ഏഞ്ചൽസ്, ഹൂസ്റ്റൺ, സെൻട്രൽ വെർജീനിയ, സിയാറ്റൽ, ഡിട്രോയിഡ്, സൗത്ത് വെർജീനിയ, ചിക്കാഗോ, നോർത്ത് വെർജീനിയ. വസൂലിയുടെ അടിസ്ഥാനത്തിൽ കാനഡയിലെ ഇമാറത്തുകൾ വോൺ 1-ാം സ്ഥാനം, കാൽഗറി 2-ാം സ്ഥാനം, പീസ് വില്ലേജ് 3-ാം സ്ഥാനം, ബാങ്കൂവർ 4-ാം സ്ഥാനം, മിസാഗ് 5-ാം സ്ഥാനം. വലിയ ജമാഅത്തുകൾ ബർഹാം, ബെഡ്ഫോർഡ്, മിൽട്ടൺ വെസ്റ്റ്, ഹാമിൽട്ടൺ മൗണ്ടൻ, ഒട്ടോവ ഈസ്റ്റ്, ഒട്ടോവ വെസ്റ്റ്, എയറി ഡ്രൈഡ്, മിനിപാഗ്, വൂൾട്ടർഫോർട്ട്. ദഫ്തർ അത്ഫാലിലെ എടുത്തു പറയേണ്ട 5 ജമാഅത്തുകൾ വോഗൺ, വോൺ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വോൺ ആയിരിക്കും. ഉറുദുവിൽ അതിനെ വോഗൺ എന്നാക്കിയിരിക്കുന്നു. കാൽഗരി, പിന്നീട് പീസ് വില്ലേജ്, ബാംപ്ടൺ വെസ്റ്റ്. ദഫ്തർ അത്ഫാലിലെ 5 എടുത്തു പറയേണ്ട ജമാഅത്തുകൾ ഡർഹം, ബാക്ക്ഫോർട്ട്, മിൽട്ടൺ വെസ്റ്റ്, അഡ്രോയിഡ്, ഹാമിൽട്ടൺ മൗണ്ട്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, അതിൽ കേരളം 1-ാം സ്ഥാനത്താണ്. 2-ാം സ്ഥാനത്ത് ജമ്മു കശ്മീർ. അവസ്ഥകൾ വളരെ മോശമായിരുന്നിട്ടും അവർ 2-ാം സ്ഥാനത്താണ്. കർണാടക 3-ാം സ്ഥാനം, പിന്നീട് തമിഴ്നാടു, തെലുങ്കാന, ഒഡീഷ, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, പിന്നീട് ഡൽഹി, പിന്നീട് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ജമാഅത്തുകൾ വസൂലിയുടെ അടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനത്ത് പത്തപ്പീരിയം, പിന്നീട് കാദിയാൻ 2-ാം സ്ഥാനം, പിന്നീട് ഹൈദരാബാദ്, പിന്നീട് കാലിക്കറ്റ്, പിന്നീട് ബാംഗ്ലൂർ, കോയമ്പത്തൂർ, പിന്നീട് കൽക്കത്ത, കരുളായി, കേരങ്, പഴയങ്ങാടി. ഓസ്ട്രേലിയയിലെ 10 ജമാഅത്തുകൾ 1-ാം സ്ഥാനത്ത് മെൽബൺ മാർക്ക്, കാസിൽ ഹിൽ, മെൽബൺ ബ്രൂക്ക്, ഹൈബറിക്, മാസ്റ്റൺ പാർക്ക്, എഡ്ലിറ്റ് സൗത്ത്, എംടി ഡ്രൂയിറ്റ്, പിസിറ്റ്, പെൻറിത്ത്, ബ്ലാക്ക് ടൗൺ, കാൻബറ, പെർത്ത്. അത്ഫാലുകൾ ഓസ്ട്രേലിയയിലെ ജമാഅത്തുകൾ മെൽബൺ, ലോങ് വാരൻ, എഡിലിറ്റ് സൗത്ത്, മെൽബൺ ബർലിക്, എംറ്റിഡ്ബെർത്ത്, പെൻറിത്ത്, ലോഗൻ ഈസ്റ്റ്, പെർത്ത്, മാസ്റ്റർ പാർക്ക്, കാസിൽ ഹിൽ, ലോഗൻ വെസ്റ്റ്. മുതിർന്നവരിൽ ഓസ്ട്രേലിയയിലെ ജമാഅത്ത് കാസിൽ ഹിൽ, മെൽബൺ, ലോങ് വാരൻ, മാസ്റ്റൺ പാർക്ക്, മെൽബൺ ബ്രിക്ക്, റൂട്ട്, ബ്ലാക്ക് ടൗൺ, എഡ്ലിറ്റ് സൗത്ത്, പെൻറിത്ത്, കാൻബറ, പെർത്ത്. ഇവിടെ ഇപ്പോൾ അഗ്നി നാശം വിധിച്ചിരിക്കുകയാണ്. അള്ളാഹുയുടെ മേലും കരുണ ചൊരിയട്ടെ. അവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നവരായി തീരട്ടെ. ഏതായിരുന്നാലും അങ്ങനെ ആയിരുന്നിട്ടും അഹമ്മദികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ലോകത്ത് ത്യാഗം ചെയ്ത എല്ലാവരുടെ ജീവനിലും സമ്പത്തിലും അതിരില്ലാത്ത അർഹം നൽകുമാറാകട്ടെ. പാകിസ്ഥാനിലെ അവസ്ഥ ഞാൻ പറഞ്ഞതുപോലെ സാമൂഹികമായ നിലയിലും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകാരണം കറൻസിക്ക് ഒരു മൂല്യവും ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പൊസിഷനും പിന്നിലേക്ക് പോയി. എന്നിട്ടും ഇവർ ത്യാഗത്തിൽ ഒരു കുറവും വരുത്തുന്നില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയമായ അവസ്ഥയും മോശമാണ്.
അതിന്റെ സ്വാധീനം സാമൂഹിക അവസ്ഥയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഈ റീജണിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സങ്കീർണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആഭ്യന്തരപരമായ വാർത്തകൾ അനുസരിച്ച് അവസ്ഥകൾ വളരെയധികം മോശമാണ്. ലോകത്തിലെ പൊതുവിലുള്ള അവസ്ഥയും അത്തരത്തിലുള്ളതാണ്. തോന്നുന്നത് അത് അതിന്റെ നാശത്തിനെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ അവസ്ഥയും വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ അപകടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ പരസ്പരമുള്ള ഐക്യം ഇല്ല. ലോകത്തിന്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അള്ളാഹുവിലേക്ക് ലോകം വരുന്നതിനും വേണ്ടി നാം വളരെയധികം ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. ഇവർക്ക് അള്ളാഹു വിവേകവും അറിവും നൽകട്ടെ. പുതിയ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. നാം പരസ്പരം ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അന്ധകാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വർഷം അനുഗ്രഹീതമായി തീരുന്നതിനു വേണ്ടി നാം അള്ളാഹുവിന്റെ മുന്നിൽ ഇപ്രകാരം ദുആ ചെയ്യേണ്ടത് അനിവാര്യം. അള്ളാഹു ഈ വർഷത്തെ ഈ വിധത്തിൽ അനുഗ്രഹീതമാക്കി തീർക്കട്ടെ. ലോകത്തിലെ ഭരണകൂടങ്ങൾ തങ്ങളുടെ മഹത്വം തെളിയിക്കുന്നതിനു വേണ്ടി ലോകത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നവരാകരുത്. മറിച്ച് ലോകത്ത് സമാധാനവും നീതിയും സ്ഥാപിക്കുന്നവരായി തീരട്ടെ. തങ്ങളുടെ വ്യക്തിപരമായ അഹങ്കാരങ്ങളിൽ വീണ് തങ്ങളുടെ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ കരസ്ഥമാക്കുന്നതിനായി മാനവികതയെ നശിപ്പിക്കുന്നതിന് ഒരുങ്ങി നിൽക്കുന്നവരാകരുത്. അത് ഇവർക്ക് വിവേകം നൽകുമാറാകട്ടെ. മുസ്ലിം രാജ്യങ്ങളുണ്ട്. അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസൻ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയെ ലോകത്ത് പാറിപ്പറത്തുന്നതിൽ സഹായികളായി മാറട്ടെ. തൗഹീദിനെ ലോകത്ത് സ്ഥാപിക്കുന്നവരായി തീരട്ടെ. അതല്ലാതെ മസീഹെ മൗദിനെ എതിർക്കുന്നതിൽ ഇത്രമാത്രം മുന്നേറരുത്. ഇപ്പോൾ അവർ അതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുന്നു. അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകട്ടെ. നാം മുമ്പത്തേക്കാൾ ഉപരിയായി കാട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുന്നതിന്റെ കടമ പൂർത്തിയാക്കുന്നവരായി തീരട്ടെ. ഈ കടമ നിറവേറ്റിക്കൊണ്ട് ലോകത്ത് തൗഹീദിന്റെ പതാക പറത്തുന്നവരായി തീരട്ടെ. ലോകത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴിൽ കൊണ്ടുവരുന്നവരായി തീരെ. ഇതിനായി തങ്ങളുടെ മുഴുവൻ കഴിവും മാർഗങ്ങളും ഉപയോഗിക്കുന്നവരായി മാറണം. അഥവാ നാം ഈ ഒരു ചിന്ത ഉള്ളവരല്ല എങ്കിൽ, ഈ ചിന്തയോടുകൂടി ദുആ ചെയ്യുന്നില്ല എങ്കിൽ, നമ്മുടെ ദുആയോടുകൂടി പുതിയ വർഷത്തിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ, നമ്മുടെ പുതിയ വർഷ ആശംസകൾ കേവലം ഉപരിപ്ലവമായ ആശംസകൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് പുതിയ വർഷത്തിന്റെ യഥാർത്ഥ ആശംസകൾ നമ്മുടെ മേൽ ഏൽപ്പിക്കുന്ന കടമകൾ, അത് ഓരോ അഹമ്മദിയും, വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അവർക്കതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരിക്കണം. അതിനായി തങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും കഴിവുകളും ഉപയോഗിക്കേണ്ടതാണ്. തങ്ങളുടെ ദുആകളിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നാം ഈ വർഷത്തെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി തീരുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له
ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر